നെക്സ്റ്റ് കമ്പനിക്ക് ഏത് രീതിക്കുള്ള സിഒനെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുവാനായിട്ട് ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസിനെയൊക്കെ കാണുവാനായിട്ട് ജിയോന്റെ ടീമിലുള്ള ആൾക്കാരൊക്കെ തന്നെ പോകുന്നു. നെക്സ്റ്റിലെ എംപ്ലോയീസ് ഒക്കെ ടീം ഡിന്നർ കഴിക്കുന്ന സ്ഥലത്ത് പോലും പോയിട്ട് ഓരോരോ ഇൻഫോർമേഷൻസ് ഒക്കെ ഇവരും കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുൾ ടൈം വർക്കിലൊക്കെ ആയിട്ടായിരുന്നു ജിയോന്റെ ടീം ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഒടുവിലായിട്ട് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും അവൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നത് കാണുന്ന ഉൺഹോയും നമുക്കൊന്ന് വെളിയിലേക്ക് പോയാലോ എന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുന്നു. ഇപ്പോൾ ഉൺഹോയും ജിയോണും കൂടി ഒന്നിച്ച് റൂമിന് വെളിയിലായിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ പ്രൊജക്റ്റ് ഒക്കെ നല്ല രീതിക്ക് തന്നെ അവസാനിപ്പിച്ചതിന് ശേഷം ഒരു ട്രിപ്പൊക്കെ പോയാലോ എന്നൊക്കെ ഉൺഹോയും ജിയോന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. ജിയോണും ട്രിപ്പ് പോകുവാനായിട്ടൊക്കെ തയ്യാറായിരുന്നു. നമുക്കും കടലൊക്കെ കാണുവാനായിട്ട് പോയാലോ എന്നൊക്കെ ജിയോൺ ചോദിക്കുമ്പോഴത്തേക്കും കടലോ മലയോ എന്തിനേറെ പറയുന്നു, നിനക്ക് സ്പേസിന് വെളിയിൽ പോകണമെങ്കിൽ പോലും ഞാനും നിന്നെ കൊണ്ടുപോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൺഹോയും നിൽക്കുന്നു. ഈ ഒരു സമയത്താണ് ഉൺഹോനെ അന്വേഷിച്ചുകൊണ്ട് ഗ്യൂറുമും അവിടെ എത്തുന്നത്. എങ്കിൽ പോലും ഉൺഹോ അവിടെ ഇല്ല എന്നൊരു കള്ളമൊക്കെ ജിയോണും ഗ്യൂറുമിന്റെ അടുത്തൊക്കെ പറയുകയും ഉൺഹോ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഉൺഹോ അവിടെ ഉണ്ടെന്നുള്ള കാര്യമെല്ലാം തന്നെ ഗ്യൂറിമിന് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിലും അറിയില്ലാത്ത രീതിക്കൊക്കെ തിരിച്ചു പോകുകയാണ്. അങ്ങനെ കമ്പനിയുടെ സിഒനൊക്കെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ദിവസമൊക്കെ എത്തിയിരിക്കുകയാണ്. ഒരു മീറ്റിംഗ് നടത്തിയിരിക്കുന്നു. നിങ്ങൾ കൊണ്ടുവന്ന കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഏത് കമ്പനീനെ സെലക്ട് ചെയ്യണമെന്നൊക്കെ ഞങ്ങളും തീരുമാനിക്കുക എന്നൊക്കെ ഡയറക്ടറും ജിയോന്റെയും ഹൈജിന്റെയും അടുത്തേക്ക് അറിയിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഹൈജിന് മുമ്പ് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ ഓർക്കുന്നത്. ഹൈജിനു ഡയറക്ടറിനെ കാണുവാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവളുടെ ടീം ലോയേഴ്സിന്റെയും ജേർണലിസ്റ്റിന്റെയും ഇടയിൽ നിന്നും സിഒനെയൊക്കെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ലിസ്റ്റ് ഒക്കെ ഡയറക്ടറിനെയും കാണിക്കുന്നു. അതുകൂടാതെ ജിയോന്റെ ടീം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കൂടി അവൾ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ടീമിലെ ആൾക്കാരെ എന്തുകൊണ്ടാണ് നീ റിജക്ട് ചെയ്യേണ്ടതെന്നുള്ള റീസൺ എല്ലാം തന്നെ ഇതിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞ മറ്റൊരു ഫയൽ കൂടി അവളും ഏൽപ്പിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിയോൺ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരെ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നൊരു ചോദ്യമൊക്കെ വരുമല്ലോ. ഈ ഒരു സമയത്ത് പറയുവാനുള്ള കാരണം പോലും തയ്യാറാക്കിയിട്ടായിരുന്നു ഹൈജനും എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ജിയോയുടെ ഫൈനൽ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുവാനായിട്ടൊക്കെ ഡയറക്ടർ പറയുമ്പോഴത്തേക്കും ജിയോണും 3 പേരുടെ പേരൊക്കെയാണ് നിർദ്ദേശിക്കുന്നത്. പക്ഷെ അവരാരും തന്നെ ഹൈജിൻ നൽകിയ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരായിരുന്നില്ല. അതുകൂടാതെ ജേർണലിസ്റ്റോ ലോയേഴ്സോ ആയിരുന്നില്ല അവരും. നിന്റെ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം കമ്പനിക്ക് അകത്തുള്ള എംപ്ലോയീസ് ആണ്. അവർ വളരെയധികം വേർതിരിവൊക്കെ കാണിച്ചിട്ടാണ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനൊക്കെ നല്ല രീതിക്ക് മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് 3 പേരുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു ജിയോണും അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനി ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ജിയോണും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കുന്ന ഡയറക്ടറും ജിയോന്റെ കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നുമാണ് ഒരാളെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ജിയോന്റെ കമ്പനി നിർദ്ദേശിച്ച ഒരാളെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നെക്സ്റ്റ് കമ്പനിയുടെ മൊത്തത്തിലുള്ള സെർച്ച് ഫോം ആയിട്ടൊക്കെ അവര് ജിയോന്റെ കമ്പനീനെയും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ മൊത്തം ഏകദേശം 4000-ഓളം എംപ്ലോയീസിനൊക്കെ ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു 4000 എംപ്ലോയീസിനെ കണ്ടുപിടിക്കുക എന്ന വലിയൊരു ദൗത്യം പോലും ജിയോണിന് കിട്ടിയിരിക്കുകയാണ്. സോ എല്ലാവരും തന്നെ വളരെയധികം ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നാൽ പിന്നെ നമുക്കും ഒരു കമ്പനി ഡിന്നർ ഒക്കെ ആക്കിയാലോ എന്ന് കിം ചോദിക്കുമ്പോഴത്തേക്കും ജിയോണും അവളുടെ കാർഡൊക്കെ അവർക്ക് നൽകുകയാണ്. സോ അന്ന് രാത്രി അവരും ഡിന്നറിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നു. ഈ ഒരു സമയത്ത് കിമും നേരെ വന്നിട്ട് ജിയോന്റെ അടുത്തൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ബാക്കിയുള്ള എംപ്ലോയീസ് ഒക്കെ അവനെ മാറ്റിയിരുത്തിയതിനു ശേഷം ഉൺഹോയിനെ ജിയോന്റെ അടുത്തായിട്ട് കൊണ്ടുവന്നിരുത്തുന്നു. അങ്ങനെ എല്ലാവരും ഡിന്നറൊക്കെ കഴിക്കുന്ന സമയത്ത് ജിയോണും അവരുടെ അടുത്ത് ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണ്. എല്ലാവരും കൂടി ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൊജക്റ്റ് ഒക്കെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിന്നറും എല്ലാവരും എൻജോയ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു അവളും പറഞ്ഞത്. അങ്ങനെ അവളും എംപ്ലോയീസിനെ എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ജിയോന്റെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരികയാണ്. അവളും ആ ഒരു ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുമായിരുന്നു വലിയൊരു പ്രശ്നമൊക്കെ അവർക്ക് സംഭവിച്ചെന്ന കാര്യം അവളും മനസ്സിലാക്കുന്നത്. ഐക്കോണിക് എന്ന ബയോടെക്നോളജി കമ്പനിയൊക്കെ ജിയോണിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ ഒരു കമ്പനിയൊക്കെ ഫ്രോഡ് ആയിരുന്നു. കമ്പനി റിയൽ ആയിട്ടുള്ള കമ്പനി ആണെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു ജിയോണെ കാണുവാനായിട്ട് ആൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ജിയോണും അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ റിക്രൂട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചതും. എന്ത് തന്നെ ആയാലും ആ ഒരു വ്യക്തി ഒരുപാട് കമ്പനിയിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ മേടിച്ചിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുകയായിട്ടുണ്ടായിരുന്ന 20 മില്യണുമായിട്ട് ഇപ്പോൾ കടന്നു കളഞ്ഞിരിക്കുകയാണ്. ജിയോണും ഈ ഒരു വാർത്തയൊക്കെ കേട്ട് ആകെ നെർവസ് ആയിട്ടായിരുന്നു ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഒക്കെ അവളുടെ കാറിന് ചുറ്റൊക്കെ കൂടുന്നു. പക്ഷേ അവരും ഈ ഒരു ചതിയിലൊക്കെ നിങ്ങൾക്കും പങ്കുണ്ടോ എന്ന രീതിക്കൊക്കെ ആയിരുന്നു ജിയോണിനോട് സംസാരിച്ചതും. ജിയോണും അങ്ങനെ മൊത്തത്തിൽ ഞെട്ടിയൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഉൺഹോ കൂടി എത്തുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ജിയോൺ റിപ്പോർട്ടേഴ്സിന്റെ ഇടയ്ക്കൊക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഉൺഹോയും ഇപ്പോൾ അവളെ രക്ഷിച്ചുകൊണ്ടൊക്കെ ഓഫീസിനകത്തേക്കും പോകുന്നു.
ഐക്കോണിക് ബയോടെക്നോളജി കമ്പനിക്കെതിരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ചിയോന്റെ ഓഫീസിലേക്ക് കൂടി പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അവളുടെ ഓഫീസിലൊക്കെ സെർച്ചും ചെയ്യുകയാണ്. അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ പോലീസ് കളക്ട് ചെയ്തതിനു ശേഷം ചിയോണുമായിട്ട് കുറച്ചു നേരമൊക്കെ സംസാരിക്കുന്നു. ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്ക് 20 മില്യണോളം പണമൊക്കെ മേടിച്ചതിനു ശേഷമായിരുന്നു ഐക്കോണിക് ബയോടെക്നോളജി കമ്പനിയുടെ സിഇഒ ആയിട്ടുണ്ടായിരുന്ന പാർക്ക് മുങ്ങിയത്. നിങ്ങളും പാർക്കിന്റെ കമ്പനിയിൽ ഷെയർ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അയാളുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ പോലീസ് ചോദിക്കുമ്പോൾ പാർക്കിന്റെ കമ്പനിയിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ റിക്രൂട്ട് ചെയ്യണമെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അതൊക്കെ സമ്മതിച്ചു. അങ്ങനെ അതൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് നൽകുവാൻ പണമൊന്നും അയാളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് ഷെയർ ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നതെന്നാണ് ജൂൺ പറയുന്നത്. എന്തായാലും അയാൾ ചെയ്ത കുറ്റകൃത്യത്തിലൊന്നും തന്നെ എനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കും ഇല്ല എന്നൊക്കെ ജിയോണും പോലീസിനെ അറിയിക്കുന്നു. പക്ഷേ ജിയോന്റെ അടുത്ത് ഷെയർ ഒക്കെ നൽകിയതിനു ശേഷം ഈ ഒരു പാർക്ക് പല ഇൻവെസ്റ്റേഴ്സിനെയും ചെന്ന് കാണുന്ന സമയത്തെല്ലാം തന്നെ ജിയോന്റെ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വേറെ കമ്പനിയിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി റിയൽ ആണോ അതോ ഫ്രോഡ് ആണോ എന്ന് പോലും നോക്കാതെയാണോ നീയും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എനിക്കത് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഉറപ്പായിട്ടും നിനക്കും ഇതിൽ എന്തെങ്കിലും പങ്ക് കാണുമെന്നൊക്കെ പോലീസും പറയുന്നു. പക്ഷെ ജിയോണും ഞാൻ അയാളുടെ കൂടെ ഒന്നിച്ചാണ് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ എനിക്ക് എന്തെങ്കിലും പണമൊക്കെ തന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് ഒരു പണവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങളും ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കട്ടെ. അതിനുശേഷം ഞങ്ങളും നിങ്ങളെ കോൺടാക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോലീസും പോകുന്നു. പക്ഷെ ക്യൂഹ ഇപ്പോൾ ആകെ വിഷമത്തിലാണ്. നേരത്തെ ഈ ഒരു കമ്പനിയെ കുറിച്ച് അന്വേഷിക്കുവാനൊക്കെ ജിയോൺ ക്യൂഹനെയായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അവളും ആ ഒരു കമ്പനിയെ കുറിച്ച് എല്ലാം തന്നെ അന്വേഷിക്കുകയും ചെയ്തു. പാർക്കിന്റെ ബയോടെക്നോളജി കമ്പനിയുമായിട്ട് വലിയൊരു കമ്പനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ക്യൂഹയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർക്കിന്റെ ബയോടെക്നോളജി കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ട് ക്യൂഹയും ആ വലിയ കമ്പനിക്ക് ഒരു റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ കമ്പനിയുടെ അടുത്ത് നിന്നും യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതല്ലാതെ ബയോടെക്നോളജി കമ്പനിയെ കുറിച്ച് എല്ലാം തന്നെ അന്വേഷിച്ചപ്പോഴത്തേക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ക്യൂഹയ്ക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയുടെ റെസ്പോൺസ് ഒന്നും കിട്ടാത്തത് ക്യൂഹ അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ഞാൻ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊക്കെ എടുക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരികയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂഹയും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. പക്ഷെ നീയും നിന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ നിന്റെ തെറ്റല്ല എന്നൊക്കെ ചെഹുണും അവളെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരാള് ഒരു കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞ് സ്കാം നടത്തി, സമ്മതിച്ചു. പക്ഷെ എന്തിനാണ് ഇതിന്റെ അകത്ത് നമ്മുടെ കമ്പനിനെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്? ഇതിന് പിന്നിൽ മറ്റെന്തോ പരിപാടിയുണ്ട്. നമ്മുടെ കമ്പനിനെ കൂടി ഇല്ലാതാക്കുവാനായിട്ടാണ് ഇവർ ഉറപ്പായിട്ടും ഇങ്ങനൊരു കളിയൊക്കെ കളിച്ചതെന്നൊക്കെ മേയും ഉറപ്പിച്ചു പറയുന്നു. ഇനി പാർക്കിനെ കാണിക്കുമ്പോഴത്തേക്കും പാർക്കും ഒരിടത്ത് ഒളിച്ചൊക്കെ കഴിയുകയാണ്. ഇതിനെല്ലാത്തിനും പിന്നിൽ ഹൈജിൻ ആയിരുന്നു. മാത്രമല്ല ഇപ്പോൾ സ്കാമൊക്കെ നടത്തി കിട്ടിയിട്ടുള്ള പണമൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് നാട് വിടുവാനായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെയാണ് അവർ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അധികം വൈകാതെ തന്നെ കൊറിയയിൽ നിന്നും പാർക്കിനെ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുവാനും അതുപോലെ തന്നെ പണമെല്ലാം തന്നെ അവിടെ സുരക്ഷിതമായിട്ട് എത്തിക്കുവാനുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർത്തിരിക്കുകയാണെന്നുള്ള രീതിക്കൊക്കെയാണ് ഹൈജിന് സംസാരിക്കുന്നത്. പക്ഷെ പാർക്കിന് മൊത്തത്തിലൊരു കുറ്റബോധമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഈ ഒരു സ്കാമിലൊക്കെ പീപ്പിൾസ് കമ്പനിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പാർക്ക് ഹൈജിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പീപ്പിൾസ് കമ്പനിയുടെ സിഇഒ ആയിട്ടുണ്ടായിരുന്ന ജിയോണിനെ എനിക്ക് ഇഷ്ടമില്ല. അവളുടെ സ്വഭാവം കാണുമ്പോൾ എല്ലാം തന്നെ എനിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. എന്തായാലും അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാനും അവൾക്കിട്ടായിട്ട് ഈ ഒരു പണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെന്ന രീതിക്കൊക്കെയാണ് ഹൈജിനും സംസാരിക്കുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.